അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിലെ അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കോഴ്സിലെ 14ാമത്തെ എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ എപ്പിസോഡിൽ അന്നഹ്വുൽ വാളിഹ് അൽ ഇബ്തിദായി ജുസ്ഉ ഥാനിയിലെ 2ാം ഭാഗത്തിലെ 4ാമത്തെ ലെസണാണ് അഹ്വാലു ബിനാഇൽ ഫിഅലിൽ മാളി. മാളിയായ ഫിഅല് മബ്നിയാവുമ്പോൾ അതിൻ്റെ അഹ്വാല് എന്ന് പറഞ്ഞാൽ അവസ്ഥകൾ, ഏതൊക്കെ അവസ്ഥയിലാണ് മബ്നിയായി വരിക. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മബ്നി എന്ന് പറഞ്ഞാൽ എന്ത്, മുഅറബ് എന്ന് പറഞ്ഞാൽ എന്ത്, ഏതൊക്കെയാണ് മബ്നിയാവുക, ഏതൊക്കെയാണ് മുഅറബാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു മാളിയായ ഫെയിലുകളൊക്കെ മബ്നിയാണ്. എന്താണ് മാളിയായ ഫെയില് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മുമ്പ് പഠിച്ചിട്ടുണ്ട്. മാളിയായ ഫെയിലുകളൊക്കെ മബ്നിയാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അതിന് ഒരുപാട് ഉദാഹരണങ്ങളും നമ്മൾ കൊടുക്കുന്നു. ഇവിടെ ഈ പാഠത്തിൽ മാളിയായ ഫെയില് എങ്ങനെയൊക്കെ മബ്നിയാകും എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അഹ്വാലാണ്, അതായത് ഏതവസ്ഥയിലൊക്കെ മബ്നിയാകും. ഉദാഹരണം, പിന്നെ റബ്ബ എന്ന് പറയുമ്പോൾ ഫതഹ് കൊടുത്തിട്ട്, ഇപ്പോൾ ആ റബ എന്നുള്ളത് ഫതഹിന്റെ മേൽ മബ്നിയാണെങ്കിൽ ആ ലറബ എന്നുള്ള കലിമത്ത് ആദ്യത്തിൽ വന്നാലും മധ്യത്തിൽ വന്നാലും അവസാനത്തിൽ വന്നാലും ഒക്കെ ലറബ 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 എന്ന് ഫതഹ ആയിരിക്കും. അതിന് നമ്മൾ മബ്നിയ അലൽ ഫതഹി, അതിന് നമ്മൾ മബ്നിയുൻ അലൽ ഫതഹി, ഫതഹിന്റെ മേൽ മബ്നി എന്ന് പറയും. എന്നാൽ എല്ലാ മാളിയായ ഫീലും ഫതഹിന്റെ മേൽ മബ്നിയാണ് എന്ന് പറയാൻ പറ്റൂല. അതിൽ ഏതൊക്കെ രീതിയിൽ മബ്നിയാകും എന്നാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും പതിവ് പോലെ ഉദാഹരണ സഹിതമാണ് നമ്മൾ ആദ്യം വിശദീകരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ ഒരു അഹ്വാല് ഏതൊക്കെ തരത്തിൽ മാളിയായ ഫീൽ മബ്നിയാകും എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഖായിദയിലേക്ക് പോകാം, ഉദാഹരണങ്ങളിലേക്ക്. അഹ്വാലു ബിനാഇൽ ഫെയിലിൽ മാളി അൽ അംസില. 1. ഇഷ്തദ്ദൽ ബർദു, തണുപ്പ് ശക്തമായി. സാറൽ ഗുബാറു, പൊടിപടലം പാറി. നസലൽ മതറു, മഴ ഇറങ്ങി, മഴ വർഷിച്ചു. ഈ 3 ഉദാഹരണങ്ങളിലും മബ്നിയായ ഫെയിലുണ്ട്. ഈ 3 ഉദാഹരണങ്ങളിലും മാളിയായ ഫെയിലുകളുണ്ട്. ഇഷ്തദ്ദ, സാറ, നസല, ഇത് 3 മാളിയായ ഫീലാണ്. മാളിയായ ഫീലൊക്കെ മബ്നിയാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഇഷ്തദ്ദ, സാറ, നസല നമുക്ക് പറയാം 3ഉം ഫതഹിന്റെ മേൽ മബ്നിയാണ്. ഇഷ്തദ്ദ എന്നാണ് പറഞ്ഞത്, സാറ എന്നാണ് പറഞ്ഞത്, നസല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഫതഹിന്റെ മേൽ മബ്നിയാണ്. 2ാമത്തെ സെക്ഷൻ നോക്കൂ, 4ഉം 5ഉം 6ഉം ഉദാഹരണങ്ങൾ. അൽ ഔലാദു ലഇബു, അൽ ഔലാദു കുട്ടികൾ, ലഇബു അവർ കളിച്ചു. അൽ ഔലാദു കുട്ടികൾ, ലഇബു അവർ കളിച്ചു. ഇവിടെ ലഇബ എന്ന് പറഞ്ഞാൽ കളിച്ചു എന്നാണ്. എന്നാൽ ലഇബു എന്ന് പറഞ്ഞാൽ അവർ കളിച്ചു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ലഇബു എന്ന് പറഞ്ഞത്. ഇവിടെ പാഠത്തിൽ ഇല്ലാത്തൊരു കാര്യം പറയാം. ഈ ലഇബ എന്നുള്ളത് ആദ്യം വന്നിരുന്നെങ്കിൽ ലഇബു അൽ ഔലാദു എന്ന് പറയേണ്ട ആവശ്യമില്ല. ലഇബൽ ഔലാദു, കുട്ടികൾ കളിച്ചു എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഔലാദ് എന്നത് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ലൈബ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ലൈബു എന്ന് പറയേണ്ടി വന്നത്. അതിനുള്ള നിയമം നമ്മൾ പിന്നീട് പറയും. കാരണം അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് ബലാഗയിൽപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അൽ ബലാഗത്തുൽ വാളിഹ ഒരു കിതാബ് നമുക്ക് ഈ കോഴ്സിലുണ്ട്. അതിന്റെ ബലാഗയിൽപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഈ എന്തിനാണ് ലൈബൽ ഔലാദു കുട്ടികൾ കളിച്ചു എന്ന് പറയുന്നതിന് പകരം അൽ ഔലാദു ലൈബു എന്ന് പറഞ്ഞത് എന്നത് ബലാഗയുടെ ഒരു വിഷയം കൂടിയാണ്. അതിനൊക്കെ അർത്ഥമാനങ്ങളുണ്ട്, വെറുതെ പറയല്ല. എന്തായാലും ഇവിടെ അൽ ഔലാദു എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഫെയില് പറയുമ്പോൾ ലൈബു അവർ കളിച്ചു എന്ന് പറയുമ്പോൾ ലൈബു എന്ന് തന്നെ പറയണം. 2ാമത്തെ ഉദാഹരണം അൽ റിജാലു, പുരുഷന്മാർ, സാഫറു അവർ യാത്ര പോയി. 3ാമത്തെ ഉദാഹരണം അൽ ഉമ്മാലു, ജോലിക്കാര്, തൈബു അവർ ക്ഷീണിച്ചു. ഇപ്പൊ അവർ കളിച്ചു, അവർ യാത്ര പോയി, അവർ ക്ഷീണിച്ചു എന്നൊക്കെ പറയുമ്പോൾ മാളിയായ ഫീലിൽ നോക്കൂ, ലഇബു
ബാ ആണ് ലൈബ എന്നുള്ളതാണ് മാദിയായ ഫീല്. ആ ബാവിന് ലൊമ്പത്താണ്. സാഫറു, സാഫറ എന്ന മാദിയായ ഫീല് സാഫറു എന്ന് പറഞ്ഞു. തൈബ എന്നാണ് മാദിയായ ഫീല്. അത് പിന്നെ പ്ലൂരലായി വന്നപ്പോൾ, ബഹുവചനമായി വന്നപ്പോൾ ഉമ്മാലി എന്നുള്ള ബഹുവചനം ഉണ്ടായതുകൊണ്ട് തൈബു എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 മാദിയായ ഫീലുകളും മബ്നിയുൻ അല ദമ്മത്തി, ലൊമ്മിന്റെ മേൽ മബ്നിയാണ്. നമുക്ക് പറയാൻ പറ്റും ലൊമ്മിന്റെ മേൽ മബ്നിയാണെന്ന് 4-5 ഉദാഹരണം. ഇനി ഇതൊക്കെ എപ്പോഴാണ് ലൊമ്മിന്റെ മേൽ മബ്നിയാകുക, എപ്പോഴാണ് ഫതഹിന്റെ മേൽ മബ്നിയാകുക എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് ഇനി കായികയിൽ പറയും. ഉദാഹരണങ്ങൾ കഴിയട്ടെ. ഇനിയുള്ള ഉദാഹരണങ്ങൾ 7ാമത്തെ ഉദാഹരണം ഫതഹ്തുൽ ബാബ. ഫതഹ്തു ഞാൻ തുറന്നു. ഈ തു എന്നുള്ളത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, അത് ഫായിലാണ്. ഞാൻ ഫതഹ്തു, തു എന്നുള്ളത് ഫായിലാണ്, ഞാൻ എന്നാണ് അർത്ഥം. അപ്പൊ ഫതഹ എന്നുള്ളതാണ് മാദിയായ ഫീല്, തുറന്നു. അത് മാദിയായ ഫീലാണ്, കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. തുറക്കുക എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ മാദിയായ ഫീലാണ്. അപ്പൊ ഫതഹ്തു അൽ ബാബ, ഞാൻ വാതില് തുറന്നു. ബാബ് എന്നുള്ളത് മഫൂല്, അതുകൊണ്ടാണ് ബാബ എന്ന് പറഞ്ഞത്. മഫൂല് മൻസൂബാണല്ലോ, ഫതഹ് കൊടുക്കണല്ലോ, നെസ്ബാണല്ലോ. അപ്പൊ ഫതഹ്തുൽ ബാബ, ഞാൻ വാതില് തുറന്നു. തലക്കഫ്തു അൽ ഖുറത, തലക്കഫ, തലക്കഫ്തു, തലക്കഫ പറഞ്ഞാൽ പിടിച്ചെടുക്കുക. സ്പീഡ് പോകുന്ന പന്തിനെ കൈവെള്ളയിൽ ഒതുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക, അതിനാണ് തലക്കഫ എന്ന് പറയലേ. ഇവിടെ തലക്കഫ്തുൽ ഖുറത, പന്ത് പിടിച്ചെടുത്തു. തലക്കഫ്തു ഞാൻ പിടിച്ചെടുത്തു, ഞാൻ ഫായിലാണ്. അപ്പൊ തലക്കഫ്തു, തലക്കഫ എന്നുള്ള മാദിയായ ഫീല് തു എന്ന് വന്നപ്പോ തലക്കഫ് എന്ന് സുക്കൂനാണ്. തലക്കഫ്തുൽ ഖുറത. 9 അഖദ്തു ജായിസതൻ, ഞാൻ സ്വീകരിച്ചു. ജായിസതൻ സമ്മാനം. അഖദ്തു ഞാൻ സ്വീകരിച്ചു. തു എന്നുള്ള ഫായിലാണ്. അഖദ എന്നുള്ളതാണ് മാദിയായ ഫീല്. പക്ഷെ ഇവിടെ പറഞ്ഞത് അഖദ എന്നല്ല, അഖദത്തു എന്നല്ല, അഖദ്തു. മാദിയായ ഫീലിന്റെ അവസാനം സുക്കൂനാണ്. 9ാമത്തെ ഉദാഹരണം. 10ാമത്തത് സ്വദഖ്ത ഫീ ഖൗലിക, നീ സത്യം പറഞ്ഞു. ഫീ ഖൗലിക, നിന്റെ വാക്കിൽ. അപ്പൊ സ്വദഖ്ത, ത എന്നുള്ളത് ഫായിലാണ്. സ്വദഖ്, ആ ഖാഫിന് സുക്കൂനാണ്. മാദിയായ ഫീലിന് സുക്കൂന് വന്നു. അദൽത ഫീ ഹുക്മിക, നിന്റെ വിധിന്യായത്തിൽ നീ നീതി കാണിച്ചിരിക്കുന്നു. നിന്റെ വിധിയിൽ നീ നീതി കാണിച്ചിരിക്കുന്നു. അദൽത, ത എന്നുള്ളത് ഫായിലാണ്. അപ്പൊ അദല എന്നുള്ളതാണ് മാദിയായ ഫീല്. പക്ഷെ ഇവിടെ ആ ത എന്നുള്ള ഫായിലായ ത എന്നുള്ള ലമീറിന്റെ കൂടെ വന്നപ്പോ അദൽ, ആ ലാമിന് സുക്കൂൻ ചെയ്തു. അദൽത. 12ാമത്തെ ഉദാഹരണം അഹ്സൻത ഇലന്നാസി, നീ നന്മ ചെയ്തു. ഇലന്നാസി, ജനങ്ങൾക്ക്. ജനങ്ങൾക്ക് നീ നന്മ ചെയ്തു. അഹ്സൻത, അഹ്സന എന്നാണ് മാദിയായ ഫീല്. ത എന്നുള്ള ഫായില് ലമീർ വന്നപ്പോൾ അതിന് ലമീർ എന്ന് പറഞ്ഞ് ശേഷം പഠിക്കും. അഹ്സൻത, അവിടെ അഹ്സന എന്നുള്ളത് അഹ്സൻ എന്ന് നൂന് സുക്കൂന് ചെയ്തു. 13ാമത്തെ ഉദാഹരണം അൽ ബനാത്തു തഅല്ലംനൽ ഹിയാകത, അൽ ബനാത്തു പെൺകുട്ടികൾ, തഅല്ലംന അവർ പഠിച്ചു, ആ പെൺകുട്ടികൾ പഠിച്ചു. നമ്മൾ ആദ്യം അൽ ഉമ്മാലു തൈബു എന്ന് പറഞ്ഞപ്പോൾ അത് പുരുഷന്മാരായിരുന്നു. അൽ റിജാലു എന്ന് പറയുമ്പോഴൊക്കെ അൽ ഔലാദ് പറയുമ്പോഴൊക്കെ പുരുഷന്മാരാണ്. അപ്പോൾ നമ്മൾ തൈബു, സാഫറു, ലൈബു എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ ഇവിടെ അൽ ബനാത്ത് തന്നെ പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ്, ഫീമെയിലാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്, ഫീമെയിലും മെയിലും തമ്മിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അൽ ബനാത്തു തഅല്ലംന അൽ ഹിയാകത, അൽ ബനാത്തു പെൺകുട്ടികൾ, തഅല്ലംന അവർ പഠിച്ചു. അത് മാദിയായ ഫീലാണ്. തഅല്ലമ പഠിച്ചു. തഅല്ലംന എന്ന് പറയുന്നത് ബനാത്ത് ആദ്യം വന്നതുകൊണ്ടാണ് പിന്നെ തഅല്ലംന എന്ന് പറഞ്ഞത്. അൽ ഹിയാകത തുന്നൽ പഠിച്ചു, സ്റ്റിച്ചിങ് പഠിച്ചു. ഹിയാകത്ത് പറഞ്ഞാൽ സ്റ്റിച്ചിങ്. 14ാമത്തെ ഉദാഹരണം അൽ ഉമ്മഹാത്തു ഉമ്മകൾ, മാതാക്കൾ. അത്അംന അവർ ഭക്ഷിപ്പിച്ചു. ഔലാദഹുന്ന അവരുടെ കുട്ടികളെ ഭക്ഷിപ്പിച്ചു. അത്അംന. 15ാമത്തെ ഉദാഹരണം അൽ ഫതയാത്തു യുവതികൾ. റത്തബ്ന അവര് റെഡിയാക്കി വെച്ചു, സെറ്റ് ചെയ്തു വെച്ചു. അൽ മാഇദത സുപ്രയെ, സുപ്ര റെഡിയാക്കി വെച്ചു. തീൻമേശ എന്നും പറയാം. തീൻമേശ അവര് ഓർഡർ ആക്കി വെച്ചു, റെഡിയാക്കി വെച്ചു. അൽ ഫതയാത്തു, ഫതയാത്ത് എന്നുള്ളത് ആദ്യം വന്നതുകൊണ്ട് റത്തബ്ന. ഇതൊക്കെ കൂടുതൽ സർഫ് എന്ന ശാഖയിൽ പഠിക്കേണ്ടതാണ്. നഹ്വ് സർഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയില് ഏതൊക്കെ രൂപത്തില്, ഇപ്പൊ റത്തബ എന്ന് പറയണോ, റത്തബ്തു എന്ന് പറയണോ, റത്തബ എന്ന് പറയണോ, റത്തബ്ന എന്ന് പറയണോ, അങ്ങനെ ഓരോ ഫെയിലിന്റെയും വിവിധ ഇനങ്ങൾ പഠിക്കുന്ന ഒരു ശാഖയാണ് സർഫ്. സർഫ് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ പഠിക്കാം. അത് നല്ലൊരു ശാഖ തന്നെയാണ്. ഇതിലൂടെ ഒരുപാട്
പിന്നെ വെക്കാബുലറി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാടൊക്കെ മനസ്സിലാകും. പക്ഷെ ഒരു രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ സർഫ് എന്ന ശാഖ തന്നെ പഠിക്കണം. ഈ അന്നഹ്വുൽ വാളിഹിന്റെ ചില ഭാഗങ്ങൾ സർഫ് മാത്രമായിട്ട് പഠിക്കുന്നുണ്ട്. 16ാമത്തെ ഉദാഹരണം ഖറജ്ന ഇലൽ ഹുകൂലി, ഞങ്ങൾ പുറപ്പെട്ടു. ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു, ഇലൽ ഹുകൂലി വയലിലേക്ക് പുറപ്പെട്ടു. ഖറജ്ന അത് ഞങ്ങൾ എന്നുള്ളത് വരണം. ഇപ്പൊ ഉദാഹരണത്തിന് ലറബ്ന നമ്മൾ അടിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് ആ നാക്ക് അർത്ഥം വരണം. മാറിയും വരാറുണ്ട്. ഇപ്പൊ ലറബന എന്ന് പറഞ്ഞാൽ ലറബ്ന എന്നല്ല, ലറബന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അടിച്ചു എന്നാണ്. ഫായില് പിന്നെ വരുള്ളൂ. ലറബന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അടിച്ചു. ആ നാ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലറബ്ന നമ്മൾ അടിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു. അത് ഫായിലായിട്ട് വരുന്ന നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ വി എന്ന് പറയില്ല, ഔർ എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിൽ വരുമ്പോഴാണ് ഈ ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ വരിക. ഖറജ്ന നമ്മൾ പുറപ്പെട്ടു. അപ്പൊ ജീമിന് സുക്കൂനാണ്, ഖറജ്. ഇസ്തൻഷഖ്ന അൽ ഹവാ അൻ നഖിയ ശുദ്ധമായ വായു നമ്മൾ ശ്വസിച്ചു. ശ്വസിക്കുന്നതിനാണ് ഇസ്തൻഷഖ. ഇസ്തൻഷഖ എന്നുള്ളതാണ് മാദിയായ ഫീൽ. ഇസ്തൻഷഖ്ന നൂനാണ് വന്നതുകൊണ്ട് ന വന്നതുകൊണ്ട് ഇസ്തൻഷഖ്ന. ഖതഫ്ന അൽ അസ്ഹാറ നമ്മൾ പൊട്ടിച്ചു, പറിച്ചു. അൽ അസ്ഹാറ പുഷ്പം പറിച്ചു. 18 ഉദാഹരണങ്ങൾ. ഈ 18 ഉദാഹരണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. മാദിയായ ഫേല് മബ്നിയാണ്, പക്ഷെ ഒരേ അവസ്ഥയിൽ തുടരൂല. അതിന് 3 അവസ്ഥകളുണ്ട്. ഒന്ന് ഫതഹത്ത്, ലറബ, ഇസ്തദ്ദ, സാറ, നസല എന്ന് പറയും പോലെ മാദിയായ ഫേലിനൊക്കെ എന്തായിരിക്കും? ഫതഹത്തായിരിക്കും. രണ്ടാമത്തെ അവസ്ഥ ലൊമ്മത്താണ്. ലഇബു, സാഫറു, തഇബു എന്ന് പറഞ്ഞപ്പോൾ ഉള്ളതുപോലെ രണ്ടാമത്തെ അവസ്ഥ എന്താണ്? ലൊമ്മത്താണ്. അത് എവിടെ വന്നാലും, ആ ഫീല് എവിടെ വന്നാലും ഈ രീതിയിൽ വരികയാണെങ്കിൽ, അത് ഏത് രീതിയിൽ നമ്മൾ ഷോർട്ടായിട്ട് കായികയിൽ പറയും, ആ രീതിയിൽ വരികയാണെങ്കിൽ അത് ലൊമ്മത്തായിരിക്കും. ലൈബു, സാഫറു, തൈബു എന്നൊക്കെ പറഞ്ഞതുപോലെ. മൂന്നാമത്തെ അവസ്ഥ സുക്കൂനാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ പല രീതിയിൽ വരുമ്പോൾ നമ്മൾ സുക്കൂന് കൊടുക്കേണ്ടതുണ്ടാകും. അപ്പൊ അത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത് പല രീതിയിൽ വരുന്നത് കൊണ്ടാണ്. അപ്പൊ മൂന്നാമത്തെ അവസ്ഥ സുക്കൂന്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മാദിയാ ഫീല് എല്ലാം മബ്നിയാണ്. മാദിയാ ഫീല് ചിലപ്പോൾ ഫതഹിന്റെ മേൽ മബ്നിയായിരിക്കും. മാദിയാ ഫീല് ചിലപ്പോൾ ലമ്മത്തിന്റെ മേൽ മബ്നിയായിരിക്കും. മാദിയാ ഫീല് ചിലപ്പോൾ സുക്കൂനിന്റെ മേൽ മബ്നിയായിരിക്കും. ഇനി നമുക്ക് അതിന്റെ കായിദയിലേക്ക് പോവാം. 34ാമത്തെ കായിദ. അൽ ഫീലുൽ മാദി യുബ്ന അലൽ ഫതഹി. മാദിയായ ഫീല് മബ്നിയാക്കപ്പെടും. അലൽ ഫതഹി ഫതഹിന്റെ മേൽ മബ്നിയാക്കപ്പെടും. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണങ്ങൾ, 3 ഉദാഹരണങ്ങൾ. എപ്പോഴാണ് ഫതഹിന്റെ മേൽ മബ്നിയാക്കല്? ഇല്ല ഇദാ ഇത്തസലത്ത് ബിഹി, താഴെ വരുന്ന കുറച്ച് കാര്യങ്ങൾ അതിനോട് ചേർന്നാലല്ലാതെ. അങ്ങനെ ചേർന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ട് നിൽക്കുകയാണ്. അതിന്റെ ശേഷം ആ മാദിയാ ഫീലിന്റെ ശേഷം നേരിട്ട് ആ ഫെയിലിന്റെ ആ അവസാനത്തെ ഹർഫിനോട് താഴെ പറയുന്ന എന്തെങ്കിലും ചേർന്നിട്ടില്ലെങ്കിൽ ഫതഹിന്റെ മേൽ മബ്നിയായിരിക്കും. ചേർന്നാൽ ഇനി ശേഷം പറയുന്നുണ്ട്. ഏതൊക്കെ ചേരുക? വാവുൽ ജമാഅത്തി, ജമാഅത്തിന്റെ വാവ് എന്ന് പറഞ്ഞാൽ അവർ എന്ന് പുരുഷന്മാർക്ക് പറയാൻ സൂചിപ്പിക്കാൻ കൊണ്ടുവരുന്ന വാവ്. ഇപ്പൊ ലഇബ എന്നുള്ള ഒരു വാക്കിന്റെ ശേഷം ആ വാവിന് ശേഷം വാവ് കൊണ്ടുവന്നത് കൊണ്ടാണ് അവർ എന്നുള്ളൊരു അർത്ഥം കിട്ടിയത്. അങ്ങനെ അവർ എന്ന് അർത്ഥം കിട്ടുന്ന, അതായത് പുരുഷന്മാർക്ക്, അതാണ് വാവുൽ ജമാഅത്തി. പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന ആ വാവ് വന്നാൽ ഫയുബ്ന അലൽ ദമ്മി, അപ്പൊ ദമ്മിന്റെ മേൽ മബ്നിയായിരിക്കും. അങ്ങനെ ഒന്നുമില്ലെങ്കിലോ ഫതഹിന്റെ മേൽ മബ്നിയായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫതഹിന്റെ മേൽ മബ്നിയായിരിക്കൂല. പിന്നെ എന്തിന്റെ മേൽ മബ്നിയായിരിക്കും? അത് കുറച്ച് വിശദീകരിക്കണം. എന്തൊക്കെയാണ്? വാവാണെങ്കിൽ ദമ്മിന്റെ മേൽ മബ്നിയായിരിക്കും. അവിത്തസലത്ത് ബിഹി അത്താഉൽ മുതഹർരികതു, ഹർക്കത്തുള്ള താ. നമ്മൾ ഉദാഹരണത്തിൽ ഒരുപാട് പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ഫതഹത്തു, ആ താ ഹർക്കത്തുണ്ട്. തലക്കഫ്തു, അഖത്തു, സദഖത്ത, അദൽത, അഹ്സൻത, അതൊക്കെ ഹർക്കത്തുള്ള താ. തീതു എന്ന ഹർക്കത്തുള്ള താ ആണ്. അങ്ങനെ ഹർക്കത്തുള്ള താ ആ മാദിയായ ഫീലിന്റെ അവസാനത്തിന്റെ ഹർഫിനോട്, ആ മാദിയായ ഫീലിന്റെ അവസാനത്തെ ഹർഫിനോട് ചേർന്ന് വന്നാൽ ഹർക്കത്തുള്ള താ. അല്ലെങ്കിൽ നൂനുൻ നിസ്വ, നിസ്വത്തിന്റെ നൂന് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പറ്റം സ്ത്രീകളെ സൂചിപ്പിക്കാനുള്ള, നമ്മൾ വാവുൽ ജമാഅത്ത് പറഞ്ഞതിന് പോലെ തന്നെ ഫീമെയിൽ നൂന്, സ്ത്രീകളെ സൂചിപ്പിക്കാനുള്ള നൂന്, സ്ത്രീകളെ സൂചിപ്പിക്കാനുള്ള നൂന്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ
നാ നമ്മൾ ഖറജ്ന എന്നൊക്കെ പറഞ്ഞില്ലേ, ആ നാ അത് ഏത് നാ? അദ്ദാല്ലത്തി അലൽ ഫായിലി, ഫായിലിന്റെ മേൽ അറിയിക്കുന്ന. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു, ലറബുന നമ്മൾ അടിച്ചു, അടിച്ചതാരാണ്? നമ്മളാണ്, അല്ലെങ്കിൽ ഞങ്ങളാണ്. അപ്പൊ അടിച്ച ആള് ആരാണ്? നമ്മളാണ്. അപ്പൊ അത് ഫായിലാണ്. ഫായിലിന്റെ അർത്ഥം കിട്ടുന്ന നാ. എന്നാൽ ലറബന എന്ന് പറഞ്ഞാൽ ഫായിലിന്റെ അർത്ഥം അവിടെ കിട്ടുന്നില്ല. നമ്മളെ അടിച്ചു എന്നുള്ളത് മഫ്ഊലാണ്. അടി കിട്ടിയതായിരിക്കാം? നമ്മൾക്കാണ്. നമ്മളെ അടിച്ചു. അപ്പോ അങ്ങനെ ഉണ്ടാവുമ്പോ എന്തുണ്ടാവും? ഫതഹിന്റെ മേൽ മബ്നി ആയിരിക്കും. കാരണം ഫതഹിന്റെ മേൽ മബ്നി ആകല് താഴെ വരുന്ന ജമാഅത്തിന്റെ വാവോ അല്ലെങ്കിൽ ഹർക്കത്തുള്ള താവോ അല്ലെങ്കിൽ നിസ്വത്തിന്റെ നൂനോ അല്ലെങ്കിൽ ഈ നായോ, എന്ത് ഫായിൽ അർത്ഥം വരുന്ന നായോ ചേർന്നാൽ പിന്നെ ഈ പറയുന്നത് പോലെ ആയിരിക്കും. ഇത് ചേർന്നില്ലെങ്കിൽ ഒക്കെ ഫതഹിന്റെ മേൽ മബ്നി ആയിരിക്കും. അപ്പൊ ലറബന എന്ന് പറയുമ്പോൾ ലറബ എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ലറബന എന്നുള്ളത് നാ എന്നുള്ളത് ചേർന്നിട്ടുണ്ടെങ്കിലും അത് ഫായിലിന്റെ മേൽ അറിയിക്കുന്ന നാ അല്ല. നാ എന്ന അത് ചേർന്നിട്ടുണ്ട്, പക്ഷെ അത് ഫായിലിന്റെ മേൽ അറിയിക്കുന്ന നാ അല്ല. അങ്ങനെ ആകുമ്പോൾ, അതായത് അപ്പൊ ഫായിലിന്റെ മേൽ അറിയിക്കുന്ന നാ അല്ലെങ്കിൽ നിസ്വത്ത്, സ്ത്രീകളുടെ ബഹുവചനം അറിയിക്കാനുള്ള നൂന് അല്ലെങ്കിൽ ഹർക്കത്തുള്ള താ, ഇത് മുദാരിയ ഫീലിന്റെ മേൽ വന്നാൽ ഫയുബ്ന അല സുകൂനി, അപ്പൊ സുക്കൂന്റെ മേൽ മബ്നിയാകും. വളരെ ഷോർട്ടായിട്ട് പറയാം, മാലിയ ഫീൽ എല്ലാം മബ്നിയാണ്. സാധാരണഗതിയിൽ അത് ഫതഹിന്റെ മേൽ മബ്നിയായിരിക്കും. എന്നാൽ താഴെ വരുന്ന ചില ഹർഫുകൾ അതിന്റെ കൂടെ വന്നാൽ, താഴെ വരുന്ന ചില വാക്കുകൾ, ചില അക്ഷരങ്ങൾ അതിന്റെ കൂടെ വന്നാൽ അത് താഴെ വരുന്ന പ്രകാരമായിരിക്കും മബ്നി, ഫതഹിന്റെ മേൽ തന്നെ ആയിരിക്കൂല. അതെങ്ങനെയൊക്കെയാണ്? ജമാഅത്തിന്റെ വാവാണെങ്കിൽ പുരുഷന്മാരുടെ മേൽ അറിയിക്കുന്ന വാവാണെങ്കിൽ ലൊമ്മിന്റെ മേൽ മബ്നിയായിരിക്കും. ഹർക്കത്തുള്ള താ ആണെങ്കിൽ തൂത്തി എന്നൊക്കെ പറയുന്നത് പോലെ, താ എന്നൊക്കെ പറയുന്നത് പോലെ, നിസ്വത്തിന്റെ നൂനാണെങ്കിൽ സ്ത്രീകളുടെ മേൽ അറിയിക്കാനുള്ള നൂനാണെങ്കിൽ, ഫായിലിന്റെ മേൽ അറിയിക്കാനുള്ള നാ ആണെങ്കിൽ, അങ്ങനൊക്കെ ആണെങ്കിൽ സുക്കൂനിന്റെ മേലും മബ്നിയായിരിക്കും. അപ്പൊ മാലിയ ഫീല് 3 അവസ്ഥയിൽ മബ്നിയായിരിക്കും. ഒന്ന് ഫതഹിന്റെ മേൽ, അതെപ്പോഴാ നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് ലൊമ്മിന്റെ മേൽ മബ്നിയായിരിക്കും, അതെപ്പോഴാ നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് സുക്കൂനിന്റെ മേൽ മബ്നിയായിരിക്കും, അതെപ്പോഴാണെന്നും നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ ഒരു തംറീനാത്ത് വായിക്കാം. തംറീനാത്ത് 1. അയ്യിൻ ഫിൽ ഇബാറത്തിൽ ആതിയ അൽ അഫ്ആൽ മാളിയ. താഴെ ഒരു വലിയ ഇബാറത്തുണ്ട്, ഒരു വാചകമുണ്ട്. അതിൽ മാളിയ ഫെയില് വ്യക്തമാക്കുക. എങ്ങനത്തെ മാളി? അൽ മബ്നി അലൽ ഫതഹി, ഫതഹിന്റെ മേൽ മബ്നിയായത് ഏതാണ്? വൽ മബ്നി അലൽ ലമ്മി, ലമ്മിന്റെ മേൽ മബ്നിയായത് ഏതാണ്? വൽ മബ്നി അലൽ സുക്കൂനി, സുക്കൂനിന്റെ മേൽ മബ്നിയായത് ഏതാണ് എന്ന് വ്യക്തമാക്കുക. വബയ്യിനി സബബ ഫീ ദാലിക, അങ്ങനെ ആകാനുള്ള കാരണവും വിശദീകരിക്കുക. ഞാൻ വായിച്ച അർത്ഥം വെക്കുന്നേ ഉള്ളൂ. ഇത്രയും വിശദീകരിച്ചത് കൊണ്ട് എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാകും. ഖറജ്തു മിനൽ മൻസിലി അസറൻ, അസർ സമയത്ത് ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഖറജ്തു, അടത്തു എന്നുള്ളത് ഹർക്കത്തുള്ള താ ആയതുകൊണ്ട് ഖറജ്തു, അത് സുക്കൂന്റെ മേൽ മബ്നിയാണ്. ഫസോദഫനി, അപ്പൊ എന്നെ യദർശയ കണ്ടുമുട്ടി ഫി ത്വരീഖി, വഴിയിൽ വെച്ച് സലാസത്തു ഗിൽമാനിൻ, അവിടെ സോദഫ നീ, ആ നീ എന്നുള്ളത് മാലിയ ഫീലിന്റെ കൂടെ ചേർന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഒരു അക്ഷരവും അതിന്റെ ശേഷം വന്നിട്ടില്ല. അതുകൊണ്ട് സോദഫ ഫതഹിന്റെ മേൽ തന്നെയാണ് മബ്നി. ഫസോദഫനി ഫി ത്വരീഖി, വഴിയിൽ വെച്ച് എന്നെ എതിർച്ചയാ കണ്ടുമുട്ടി. സോദഫ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആക്സിഡന്റലി മെറ്റ് എന്നാണ്. എതിർച്ചയാ കണ്ടുമുട്ടി. സലാസത്തു ഗിൽമാനിൻ, 3 കുട്ടികള്. അറഫ്തുഹും, ഞാൻ അവരെ പരിചയപ്പെട്ടു. വ അറഫൂനി, അവരെ എന്നെയും പരിചയപ്പെട്ടു. ഫഖ്തറഹ്തു അലൈഹിം, അവരോട് ഞാൻ നിർദ്ദേശിച്ചു, ഒരു ഓപ്ഷൻ വെച്ചു, ഒരു നിർദ്ദേശിച്ചു. അൻ നസൂറ ഹദീഖത്തൽ ഹയവാൻ, നമ്മൾ സൂ കാണാൻ പോവുക, സൂ സന്ദർശിക്കാൻ പോവുക. അൻ നസൂറ ഹദീഖത്തൽ ഹയവാൻ. ഇഖ്തറഹ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹർക്കത്തുള്ള താഴെ വന്നിട്ടുള്ളത്. അപ്പോ ഇഖ്തറഹ് എന്നുള്ള ഹായിലെ സുക്കൂന്റെ മേൽ മബ്നിയാണ്. ഫഖബിലു അൽ ഫിക്ര, ആ ഐഡിയ അവർ സ്വീകരിച്ചു. ഖബിലു, അവർ സ്വീകരിച്ചു. ജമാഅത്തിന്റെ വാവ് വന്നു, പുരുഷന്മാരുടെ മേൽ അറിയിക്കാനുള്ള വാവ് വന്നു. അപ്പൊ ഖബിലു, ലാമ് ലൊമ്മ് കൊടുത്തിട്ട് ലൊമ്മിന്റെ മേൽ മബ്നിയായി. വഫരിഹു ബിഹ, അതിൽ അവർ സന്തോഷിക്കുകയും ചെയ്തു. സുമ്മ സിർന ജമിയൻ, പിന്നെ ഞങ്ങളെല്ലാവരും സഞ്ചരിച്ചു. ഇലൈഹ, ഹദീഖത്തുൽ ഹയവാനിലേക്ക്, സൂയിലേക്ക്. ഫദഖൽനഹ, അവിടെ പ്രവേശിച്ചു. വശാഹദ്ന മാ ഫിഹ, അവിടെ ഉള്ളതൊക്കെ നമ്മൾ ദർശിച്ചു, കണ്ടു. മിൻ അൻവാഇ ത്വയ്രി, വിവിധ ഇനം പക്ഷികൾ. വസുനൂഫിൽ ഹയവാനി, വിവിധ ഇനം മൃഗങ്ങള്. വബഅദ സഅതൈനി, 2 മണിക്കൂറിന് ശേഷം. കളൈനാഹുമ, ആ 2 മണിക്കൂർ ഞങ്ങൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ആ 2 മണിക്കൂറിന് ശേഷം ഉനാലിക്ക, അവിടെ നമ്മൾ 2 മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട്. ആ 2 മണിക്കൂറിന് ശേഷം ആദ കുല്ലും മിന്ന, ഞങ്ങൾപ്പെട്ട ഓരോരുത്തരും മടങ്ങി. ഇലാഹിരി, അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങി. മംലു അൻ ബിൻ നശാതി വസുറൂരി, സന്തോഷവും ഉന്മേഷവും നിറഞ്ഞ് ഞങ്ങൾ
ഓരോരുത്തരെ കുടുംബത്തിലേക്ക് മടങ്ങി. ആദ. അപ്പൊ ഇവിടെ മാദിയായ ഫീലി എത്ര എണ്ണമുണ്ട്? അത് ഫതഹിന്റെ മേൽ മബിനിയായത് എത്ര എണ്ണമുണ്ട്? ലൊമ്മിന്റെ മേൽ മബിനിയായത് എത്ര എണ്ണമുണ്ട്? സുക്കൂന്റെ മേൽ മബിനിയായത് എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഇങ്ങനെ ഓരോരോ ഉദാഹരണങ്ങളും തംരീനുകളും. ഏതായാലും കൂടുതൽ തംരീനിലേക്ക് കടക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. 18 ഉദാഹരണങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും തംരീനുകൾ കൂടുതൽ ആക്കേണ്ട ആവശ്യമില്ല. ആ വിഷയം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.